കഴിഞ്ഞ വീഡിയോയിൽ മദ്രാസിനടുത്ത് വെച്ച് പോൾ ബ്രന്റന്റെ യോഗി ബ്രഹ്മയുമായുള്ള കൂടിക്കാഴ്ചകളും മറ്റും വിവരിച്ചുവല്ലോ. നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ വീഡിയോകൾ കണ്ടുകാണുമെന്ന് കരുതുന്നു. ഈ അധ്യായത്തിൽ ഒരു മൗനി സ്വാമിയുമായുള്ള അഭിമുഖവും തുടർന്നുള്ള അത്ഭുതകരമായ അനുഭവവും പോൾ ബ്രന്റൻ വിശദീകരിക്കുന്നു. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ഈ അനുഭവം വിവരിക്കാനായി എന്റെ യാത്രയുടെ ക്രമം കുറച്ചുകാലം പിന്നിലേക്ക് തിരിച്ചുപോകേണ്ടി വരുന്നു. മദ്രാസിന്റെ പ്രാന്തപ്രദേശത്തിൽ താമസിച്ചിരുന്ന ദിവസങ്ങളിൽ ആത്മീയ മഹാന്മാരെ കണ്ടെത്താനുള്ള എന്റെ ശ്രമം ഞാൻ നിർത്തിയിരുന്നില്ല. നഗരത്തിലെ വിവിധ സമൂഹങ്ങളിൽ ഞാൻ അന്വേഷിച്ചു. ജഡ്ജിമാരെയും അഭിഭാഷകരെയും അധ്യാപകരെയും വ്യാപാരികളെയും ഭക്തരായ ചില പ്രമുഖരെയും ഞാൻ കണ്ടുമുട്ടി. എന്റെ സ്വന്തം തൊഴിൽ മേഖലയിലുള്ളവരോടും സംസാരിക്കാൻ സമയം കണ്ടെത്തി. അങ്ങനെ ഒരിക്കൽ ഒരു പത്രത്തിലെ അസിസ്റ്റന്റ് എഡിറ്ററുമായി പരിചയമുണ്ടായി. സ്വകാര്യമായി അദ്ദേഹം പറഞ്ഞത് യുവാവായിരിക്കുമ്പോൾ യോഗാഭ്യാസത്തിൽ ഏറെ ആകർഷണമുണ്ടായിരുന്നുവെന്നാണ്. അന്നദ്ദേഹം മനോനിയന്ത്രണ യോഗത്തിൽ വിദഗ്ധനായ ഒരാളുടെ ശിഷ്യനായിരുന്നു. എന്നാൽ ആ മഹാത്മാവ് 10 വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ചു. ആ ശിഷ്യൻ ബുദ്ധിമാനും വിനീതനുമായ വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള മഹായോഗികൾ എവിടെയാണെന്ന് അദ്ദേഹത്തിനും അറിവില്ലായിരുന്നു. ഇതൊഴിച്ചാൽ എനിക്ക് ലഭിച്ചത് കൂടുതലും മങ്ങിയ കഥകളും വിചിത്രമായ പൗരാണിക വിവരങ്ങളും ഔദ്യോഗിക പ്രസ്താവനകളുമായിരുന്നു. ഒരിക്കൽ ക്രിസ്തുവിന്റെ മുഖസൗന്ദര്യം പോലെ ദിവ്യമായ ഭാവമുള്ള ഒരു സന്യാസിയെ കണ്ടു. അദ്ദേഹത്തിന്റെ വേഷവും രൂപവും ലണ്ടൻ നഗരത്തിലെ ആളുകളെപ്പോലും അത്ഭുതപ്പെടുത്തുമായിരുന്നു. എന്നാൽ അദ്ദേഹം തന്നെ ഉയർന്ന ആത്മീയ ജീവിതം അന്വേഷിച്ച് ദേശം തോറും സഞ്ചരിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരിക്കൽ സമൃദ്ധമായ കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ച് ഭിക്ഷാടകനായി ജീവിക്കാൻ തിരഞ്ഞെടുത്തു. അതേ ഭൂമി ഞാൻ ഏറ്റെടുത്ത ഇന്ത്യയിലെ ദരിദ്രജനങ്ങളെ സേവിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ തന്നെ ആത്മീയമായി അന്വേഷിക്കുന്ന ഒരാളായതിനാൽ ആ നിർദ്ദേശം വിനീതമായി നിരസിക്കേണ്ടി വന്നു. ഒരു ദിവസം മദ്രാസിനടുത്ത് താമസിക്കുന്ന ഒരു അത്ഭുത യോഗിയെക്കുറിച്ച് ഞാൻ കേട്ടു. അദ്ദേഹം സന്ദർശകരെ പ്രോത്സാഹിപ്പിക്കാത്ത ആളായതിനാൽ വളരെ കുറച്ചുപേർക്കേ അദ്ദേഹത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ. ഇതെന്റെ കൗതുകം വർദ്ധിപ്പിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തെ കാണണമെന്ന് ഞാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ വീട് ഒരു വിശാലമായ പറമ്പിനുള്ളിലായിരുന്നു. ചുറ്റും വയലുകൾ മാത്രം. എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഈ യോഗി ദിവസത്തിന്റെ ഭൂരിഭാഗവും സമാധിയിൽ കഴിയുന്നു. നാം വിളിച്ചാലും കേൾക്കില്ല. അങ്ങനെ വിളിക്കുന്നത് അസഭ്യമായി കണക്കാക്കപ്പെടും. കോമ്പൗണ്ടിന്റെ വാതിൽ കട്ടിയുള്ള പൂട്ടിട്ടതായിരുന്നു. അകത്ത് പ്രവേശിക്കാനുള്ള മാർഗം കണ്ടെത്താൻ ഞങ്ങൾ ചുറ്റും നടന്നു. ഒടുവിൽ ഒരു ബാലന്റെ സഹായത്തോടെ യോഗിയുടെ സേവകനെ കണ്ടെത്തി. അയാൾ അവിടുത്തെ ഒരു ജോലിക്കാരൻ മാത്രമാണ്. അയാളുടെ ഭാര്യയും കുട്ടികളും നമ്മളെ കൗതുകത്തോടെ നോക്കി. ഞങ്ങളുടെ അഭ്യർത്ഥന കേട്ട ശേഷം അവൻ കർശനമായി നിരസിച്ചു. മൗനസന്യാസി ആരെയും കാണുന്നില്ല. അദ്ദേഹം ആഴത്തിലുള്ള ധ്യാനത്തിലാണ്. ആരും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത് എന്നു പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അപേക്ഷിച്ചു. ഒടുവിൽ എന്റെ കൂട്ടുകാരൻ യോഗിയെ കാണാൻ അനുവദിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കും എന്ന് ഭീഷണി മുഴക്കി. കൂടാതെ ചെറിയ സമ്മാനം വാഗ്ദാനം ചെയ്തതോടെ ആ ജോലിക്കാരൻ ഒടുവിൽ സമ്മതിച്ചു. ആ ജോലിക്കാരന്റെ കൂടെ ഞങ്ങൾ കമ്പൗണ്ടിലേക്ക് കടന്നു. ജോലിക്കാരൻ പറഞ്ഞു, ഈ സന്യാസിക്ക് സ്വന്തം താക്കോൽ പോലുമില്ല. പുറത്തുനിന്നാണ് വാതിൽ പൂട്ടുന്നത്. ദിവസത്തിൽ 2 തവണ ഞാൻ വരും. ചില വൈകുന്നേരങ്ങളിൽ അദ്ദേഹം പഴം, പാൽ തുടങ്ങിയ ലളിതമായ ഭക്ഷണം കഴിക്കും. പലപ്പോഴും അതുപോലും സ്പർശിക്കാറില്ല. രാത്രിയായാൽ ചിലപ്പോൾ അദ്ദേഹം പുറത്തേക്ക് നടക്കും. അതുമാത്രമാണ് അദ്ദേഹം ചെയ്യുന്ന വ്യായാമം. ഞങ്ങൾ കോമ്പൗണ്ട് കടന്ന് ഒരു ആധുനിക കുടിലിലെത്തിച്ചേരുന്നു. അത് കൽപ്പലകകളും പെയിന്റ് ചെയ്ത തടിത്തൂണുകളും കൊണ്ട് ഉറപ്പായി നിർമ്മിച്ചതാണ്. പരിചാരകൻ മറ്റൊരു താക്കോലെടുത്ത് ഒരു കനത്ത വാതിൽ തുറക്കുന്നു. ഈ മുൻകരുതലുകളെല്ലാം ഞാൻ അത്ഭുതപ്പെടുത്തുന്നു. കാരണം സന്യാസിയുടെ സാധനങ്ങൾ വളരെ കുറവാണെന്ന് ജോലിക്കാരൻ ഞങ്ങളോട് പറഞ്ഞില്ലേ? അപ്പോൾ ആ മനുഷ്യൻ ഒരു ചെറിയ വിശദീകരണ കഥ പറഞ്ഞു. ഒരിക്കൽ ഒരു മദ്യപാനി ഇവിടെ കയറി സന്യാസിയെ ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ താടി പിടിച്ചു, കോലുകൊണ്ടടിച്ചു, അപമാനിച്ചു. അപ്പോഴേക്കും ചില യുവാക്കൾ ശബ്ദം കേട്ടെത്തി. അവർ സന്യാസിയെ രക്ഷപ്പെടുത്തി. ജനങ്ങൾ കൂടിയെത്തി ആക്രമിയെ ശിക്ഷിക്കാൻ തയ്യാറായി. എന്നാൽ സന്യാസി ശാന്തനായിരുന്നു. അദ്ദേഹം എഴുതിക്കൊടുത്ത സന്ദേശം ഇതായിരുന്നു: അയാളെ അടിക്കുന്നത് എന്നെ അടിക്കുന്നത് പോലെയാണ്. ഞാൻ അയാളോട് ക്ഷമിച്ചു. അയാളെ വിട്ടയക്കുക. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കനുസരിച്ചു. ആക്രമിയെ വിട്ടയച്ചു. ജോലിക്കാരൻ മുറിക്കുള്ളിലൊന്നു നോക്കി.
നമ്മളോട് പൂർണ്ണമായും നിശബ്ദരായിരിക്കണമെന്ന് പറഞ്ഞു. സന്യാസി ആഴത്തിലുള്ള സമാധിയിലാണ് എന്നായിരുന്നു അവന്റെ മുന്നറിയിപ്പ്. ഹിന്ദു ആചാരപ്രകാരം ഞാൻ ചെരുപ്പുകൾ അഴിച്ച് വരാന്തയിൽ വെച്ചു. തല കുനിഞ്ഞപ്പോൾ മതിലിൽ പതിപ്പിച്ചിരുന്ന ചെറിയ കല്ല് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ തമിഴ് അക്ഷരങ്ങളിൽ എഴുതിയിരുന്നത് മൗനമഹർഷിയുടെ വാസസ്ഥലം എന്നാണ് എന്റെ കൂട്ടുകാരൻ വിവർത്തനം ചെയ്തത്. ഞങ്ങൾ ആ ഒറ്റമുറിയുള്ള വീട്ടിലേക്ക് പ്രവേശിച്ചു. മുറി ഉയരമുള്ളതും ശുചിത്വത്തോടെ പരിപാലിച്ചതുമായിരുന്നു. മധ്യത്തിൽ ഒരടിയോളം ഉയരമുള്ള വെളുത്ത മർബിൾ പീഠമുണ്ടായിരുന്നു. അതിനു മുകളിൽ മനോഹരമായ പെർഷ്യൻ പായ വിരിച്ചിരിക്കുന്നു. ആ പായയുടെ മുകളിൽ ആ സന്യാസി സമാധിയിലിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ രൂപം വിസ്മയിപ്പിക്കുന്നതായിരുന്നു. കറുത്ത നിറത്തിൽ തിളങ്ങുന്ന ചർമ്മം, സുന്ദരമായ ശരീരഘടന, നേരെ നിവർന്നിരിക്കുന്ന ഭാവം. ഞാൻ മുമ്പ് കണ്ട യോഗാസനങ്ങളിലൊന്നാണെന്ന് ഉടൻ മനസ്സിലായി. ഒരു കാൽ ശരീരത്തിന് കീഴിൽ മടക്കി മറ്റു കാൽ മറുകാലിന് മുകളിൽ വെച്ചിരുന്നു. പിൻഭാഗവും കഴുത്തും തലയും ഒരേ രേഖയിൽ. നീണ്ട മുടി ചുമലുകൾ വരെ വീണു. കട്ടിയുള്ള താടി മുഖത്തെ ഭംഗി വർദ്ധിപ്പിച്ചു. കൈകൾ മുട്ടുകളിൽ. ശരീരം ശക്തിയുള്ളതും ആരോഗ്യവാനുമായിരുന്നു എന്നു വ്യക്തം. അദ്ദേഹം ധരിച്ചത് ഒരു കൗപീനം മാത്രമാണ്. അദ്ദേഹത്തിന്റെ മുഖം ജീവിതത്തെ ജയിച്ച ഒരാളുടെ മുഖം പോലെ. ചുണ്ടുകളിൽ ചെറിയ ഒരു പുഞ്ചിരി. കണ്ണുകൾ തുറന്നിരിക്കുകയാണ്, പക്ഷേ ഒരിടത്തേക്ക് സ്ഥിരമായി നോക്കുന്നു. ചലനമില്ല. ഈ മഹർഷി ആഴത്തിലുള്ള സമാധിയിലാണ്. പുറത്തുള്ള ലോകത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധമില്ല. ഞാൻ ശ്രദ്ധിച്ചു. ഒരു സംശയത്തിനുമിടയില്ലായിരുന്നു. അദ്ദേഹം ശരീരബോധം മറന്ന അവസ്ഥയിൽ. മിനിറ്റുകൾ മണിക്കൂറുകളായി, എങ്കിലും ചലനമില്ല. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, കണ്ണുകൾ പോലും ഇമയുന്നില്ല. 2 മണിക്കൂർ മുഴുവൻ ഒരേ നിലയിൽ. ഇടയ്ക്കിടെ കണ്ണുനീരൊഴുകി. എന്നാൽ അദ്ദേഹം അതറിയുന്നില്ല. ഒരു പല്ലി മേൽക്കൂരയിൽ നിന്നിറങ്ങി പായയിലൂടെ നടന്നു, അദ്ദേഹത്തിന്റെ കാലിലൂടെ കടന്നു. എങ്കിലും പ്രതികരണമില്ല. ഈച്ചകൾ മുഖത്ത് പറന്നിറങ്ങി, എന്നാൽ ഒരു പേശിയും ചലിച്ചില്ല. ശ്വാസം വളരെ മൃദുവും കേൾക്കാനാകാത്തതുമായിരുന്നു. ജീവന്റെ ഏക ലക്ഷണം അതായിരുന്നു. സമയം ഉപയോഗപ്പെടുത്താൻ ഞാൻ ക്യാമറ എടുത്തു. പ്രകാശം കുറവായതിനാൽ ദീർഘ എക്സ്പോഷറുകൾ എടുത്തു. 2 മണിക്കൂർ കഴിഞ്ഞിട്ടും അദ്ദേഹം സമാധിയിൽ തന്നെ. എന്നാൽ ജോലിക്കാരൻ പറഞ്ഞു, ഇന്ന് അദ്ദേഹം പുറത്തുവരില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വരിക. നാം മടങ്ങി. എന്നാൽ എന്റെ കൗതുകം കൂടുതൽ വർദ്ധിച്ചു. അടുത്ത 2 ദിവസങ്ങൾ ഞാൻ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. സേവകനോടും പോലീസുകാരനോടും സംസാരിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കി. 8 വർഷങ്ങൾക്ക് മുൻപ് ഈ സന്യാസി ഇവിടെ എത്തി. ആരും അദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹം സംസാരിച്ചില്ല. ആരോടും പ്രതികരിച്ചില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് ജീവിച്ചു. ചിരട്ട കൊണ്ടുള്ളൊരു പാത്രം നീട്ടി അയാൾ വല്ലപ്പോഴും അല്പം ഭക്ഷണം യാചിച്ചു. ദിവസങ്ങൾ കടന്നുപോയെങ്കിലും ആ മൗനസന്യാസിയുടെ ജീവിതരീതി മാറിയില്ല. കടുത്ത ചൂടും മഴയും പൊടിയും കീടങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് അദ്ദേഹം അവിടെയിരുന്നു. വെയിലിന്റെ കരുണയില്ലാത്ത കിരണങ്ങൾ ശരീരത്തെ തൊടുമ്പോഴും മൺസൂൺ കാലത്തെ കനത്ത മഴയിൽ നനയുമ്പോഴും ഒരിക്കലും അദ്ദേഹം അഭയം തേടാൻ ശ്രമിച്ചില്ല. അദ്ദേഹം ധരിച്ചിരുന്നത് ഒരു ചെറിയ കൗപീനം മാത്രം. തലയ്ക്കും ശരീരത്തിനും സംരക്ഷണമൊന്നുമില്ല. പുറത്തുള്ള സാഹചര്യങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം ഇരുന്നിരുന്ന യോഗാ പൊസിഷൻ ഒരിക്കലും മാറ്റിയില്ല. ഒരു വലിയ നഗരമായ ചെന്നൈയുടെ പരിസരപ്രദേശത്ത് ഇത്തരമൊരു ജീവിതം തുടരുന്നത് അസാധാരണമായിരുന്നു. പഴയകാല ഇന്ത്യയിൽ ഇതുപോലുള്ള സന്യാസികൾക്ക് വലിയ ബഹുമാനമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് യഥാർത്ഥ ധ്യാനത്തിനും ആത്മസാധനയ്ക്കും കാടുകളും മലഗുഹകളും ഏകാന്തതയുള്ള സ്ഥലങ്ങളും കൂടുതൽ അനുയോജ്യമാണ്. എങ്കിൽ ഈ സന്യാസി എന്തുകൊണ്ടാണ് ഇത്ര തുറന്ന സ്ഥലത്ത് താമസിച്ചത്? എന്തുകൊണ്ടാണ് ഈ സ്വാമി ഗുഹയോ വനമോ തിരഞ്ഞെടുക്കാത്തത്? ഇതിനു പിന്നിൽ ഒരു വിചിത്രമായ സംഭവമുണ്ടായിരുന്നു. ഒരു ദിവസം ചില യുവാക്കളും അജ്ഞാനികളും ആ സന്യാസിയെ കണ്ടു. അവർ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി. പ്രതിദിനം അവരെത്തി കല്ലെറിഞ്ഞു, മണ്ണു വാരിയെറിഞ്ഞു, അസഭ്യം പറഞ്ഞു. എന്നാൽ സന്യാസി തിരിച്ചു പ്രതികരിച്ചില്ല. അദ്ദേഹം ആത്മസാക്ഷാത്കാരം നേടിയ ആളായിരുന്നു. മറുത്ത് ഒരക്ഷരമുരിയാടിയില്ല. അദ്ദേഹം മൗനവ്രതത്തിലായിരുന്നു. ഒരു ദിവസം സ്വാമിയെ ഉപദ്രവിക്കുന്നത് കണ്ട ഒരു വഴിപോക്കൻ അതിശയിച്ചും ദുഃഖിച്ചും
മദ്രാസിൽ പോയി പോലീസിനെ അറിയിച്ചു. പോലീസ് ഇടപെട്ടു, സ്വാമിയെ ഉപദ്രവിച്ചവരെ ശക്തമായി മുന്നറിയിപ്പ് നൽകി. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥൻ സ്വാമിയെക്കുറിച്ചു ദേശവാസികളോട് അന്വേഷിച്ചു. ആർക്കും ആ സ്വാമിയെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അവസാനം പോലീസ് ഉദ്യോഗസ്ഥൻ സ്വാമിയോട് തന്നെ ചോദിച്ചു. ദീർഘനേരം മൗനം പാലിച്ച ശേഷം സന്യാസി ഒരു സ്ലേറ്റിൽ കുറിച്ചു: ഞാൻ മറക്കായർ എന്ന ഗുരുവിന്റെ ശിഷ്യനാണ്. എന്റെ ഗുരു എന്നോട് തെക്കോട്ട് യാത്ര ചെയ്യാനും മദ്രാസിൽ ഈ സ്ഥലത്ത് താമസിക്കാനും നിർദ്ദേശിച്ചു. ഇവിടെ സ്ഥിരമായി യോഗാഭ്യാസം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ലോകജീവിതം വിട്ടു. എനിക്ക് ആത്മസാധന മാത്രമാണ് ലക്ഷ്യം. ഈ മറുപടി കേട്ട് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ യഥാർത്ഥ ആത്മസാധകനെന്ന് വിശ്വസിച്ചു. സംരക്ഷണം ഉറപ്പാക്കി അദ്ദേഹം മദ്രാസിലേക്ക് മടങ്ങി. മറക്കായർ എന്ന പേര് ഒരു പ്രശസ്ത ഫക്കീറുടേതാണെന്ന് ഉദ്യോഗസ്ഥൻ അറിയാമായിരുന്നു. ഈ സംഭവം നഗരത്തിലെ സമ്പന്നനും ഭക്തനുമായ ഒരാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം സ്വാമിയെ നഗരത്തിലേക്ക് ക്ഷണിച്ചു. എന്നാൽ സ്വാമി ഗുരുവിന്റെ നിർദ്ദേശം മറികടക്കാൻ തയ്യാറായില്ല. അവസാനം ആ ഭക്തൻ സ്വാമിയുടെ താമസസ്ഥലത്തിന് സമീപം ഒരു വീട് പണിതു. ഇപ്പോൾ സ്വാമി താമസിക്കുന്ന വീട് ആ ഭക്തൻ പണിതുകൊടുത്തതായിരുന്നു. അദ്ദേഹം അവിടെ താമസിക്കാൻ സമ്മതിച്ചു. ഇപ്പോൾ കാലാവസ്ഥയുടെ കഷ്ടങ്ങൾ കുറയുകയായിരുന്നു. ആ ഭക്തൻ സ്വാമിക്ക് സഹായത്തിനായി ഒരു ജോലിക്കാരനെയും നിയമിച്ചു. ഭക്ഷണം എത്തിച്ചു നൽകി. ഇനി ഭിക്ഷ ചോദിക്കേണ്ടതില്ല എന്ന ആ ഭക്തൻ സ്വാമിജിയോട് പറഞ്ഞു. ഈ മൗനസ്വാമിക്ക് ശിഷ്യന്മാരായ ആരുമില്ല. അദ്ദേഹം ആരെയും സ്വീകരിക്കുന്നില്ല. അദ്ദേഹം ആത്മമോക്ഷം മാത്രം ലക്ഷ്യമാക്കിയ ഒരു ഏകാന്ത ജീവിതം നയിക്കുന്നു. പാശ്ചാത്യ ചിന്തയിൽ ഇത് സ്വാർത്ഥതയായി തോന്നാം. എന്നാൽ അദ്ദേഹത്തിന്റെ കരുണയും ക്ഷമയും ഓർക്കുമ്പോൾ ഈ വിലയിരുത്തൽ ശരിയാണോ എന്ന് സംശയമുണ്ടാകും. ഉപദ്രവിച്ചവരോടുപോലും സ്വാമി ക്ഷമിച്ചു. എന്റെ മനസ്സിൽ അപ്പോൾ വന്ന ചിന്ത ഇങ്ങനെയായിരുന്നു: അദ്ദേഹം യഥാർത്ഥത്തിൽ സ്വാർത്ഥനാണോ, അല്ലെങ്കിൽ മഹത് വ്യക്തിയോ? രണ്ടാമതും ആ മൗനസന്യാസിയെ കാണാൻ ഞാൻ വീണ്ടും ശ്രമിച്ചു. ഈ യാത്രയിൽ എനിക്കൊപ്പം രണ്ടുപേരുണ്ടായിരുന്നു. ഒരാൾ എന്റെ വിവർത്തകൻ, മറ്റൊരാൾ എന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ യോഗി ബ്രഹ്മ. സാധാരണയായി യോഗി ബ്രഹ്മ നഗരത്തിലേക്ക് വരാറില്ല. എന്നാൽ ഞാൻ സന്ദർശനത്തിന്റെ ഉദ്ദേശം പറഞ്ഞപ്പോ അദ്ദേഹം ഒരു തരത്തിലുള്ള മടിയും കാണിക്കാതെ കൂടെ വരാൻ സമ്മതിച്ചു. ആശ്രമത്തിനടുത്തെത്തിയപ്പോ മറ്റൊരു സന്ദർശകനെ കണ്ടു. വലിയ കാർ റോഡരികിൽ പാർക്ക് ചെയ്ത് അയാളും നടന്ന് എത്തുകയായിരുന്നു. അദ്ദേഹം ഗഡ്വാൾ സംസ്ഥാനത്തിലെ റാണിയുടെ സഹോദരനാണെന്ന് പറഞ്ഞു. ഹൈദരാബാദിലെ നിസാമിന്റെ കീഴിലുള്ള ഒരു ചെറിയ രാജ്യം. അദ്ദേഹവും ഈ സന്യാസിയുടെ അനുഗ്രഹം തേടിയെത്തിയതായിരുന്നു. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ഒരു സ്ത്രീയുടെ മകൻ ഗുരുതരമായ രോഗത്തിൽ കഷ്ടപ്പെട്ടു. ആ സ്ത്രീ ഈ മൗനസന്യാസിയെക്കുറിച്ച് കേട്ടു. മദ്രാസിലെത്തി മൗനിസ്വാമിയെ വണങ്ങി അനുഗ്രഹം അഭ്യർത്ഥിച്ചു. അതിനുശേഷം കുട്ടിയുടെ ആരോഗ്യത്തിൽ അത്ഭുതകരമായ പുരോഗതി സംഭവിച്ചു. ഇത് റാണിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. റാണി സന്യാസിയെ സന്ദർശിച്ചു. 600 രൂപ സംഭാവനയായി നൽകാൻ ശ്രമിച്ചു. എന്നാൽ സന്യാസി അത് നിരസിച്ചു. റാണി നിർബന്ധിച്ചതിനുശേഷം അദ്ദേഹം എഴുതി, ഈ പണം ആശ്രമത്തിന് വേലി കെട്ടാൻ ഉപയോഗിക്കാം. ഇതുവഴിയാണ് ആ മുളവേലി നിർമ്മിക്കപ്പെട്ടത്. അകത്ത് കയറുമ്പോൾ സന്യാസി വീണ്ടും ആഴത്തിലുള്ള സമാധിയിലായിരുന്നു. ഞങ്ങൾ നിലത്തിരുന്നു. സമാധിയിൽ നിന്നും ഉണരുന്നത് കാത്തിരുന്നു. 2 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിന്റെ ശ്വാസം കുറേശ്ശെ ദീർഘമായി. കണ്ണുകൾ ചലിച്ചു. ശരീരത്തിൽ ചെറിയ ചലനം. കുറച്ചുനേരം കഴിഞ്ഞ് അദ്ദേഹം നമ്മെ ശ്രദ്ധിച്ചു. ഞാൻ പേനയും പേപ്പറും മുന്നിൽ വച്ചു. അദ്ദേഹം എഴുതി, ഇന്നലെ ഇവിടെ വന്ന് ഫോട്ടോ എടുത്തത് ആരാണ്? ഞാൻ കുറ്റം സമ്മതിച്ചു. അദ്ദേഹം വീണ്ടും എഴുതി, സമാധിയിലുള്ള യോഗികളെ ഇങ്ങനെ അലട്ടരുത്. അത് അപകടകരമാണ്. ചിലർ നിങ്ങളെ ശപിച്ചേക്കാം. ഞാൻ ക്ഷമ ചോദിച്ചു. ഞാൻ എന്റെ ഉദ്ദേശം പറഞ്ഞു. യോഗത്തിലെ മഹാന്മാരെ കണ്ടെത്താനുള്ള യാത്ര. അദ്ദേഹം നീണ്ട നിശ്ശബ്ദത പാലിച്ചു. എനിക്ക് നിരാശ തോന്നി. പിന്നീട് അദ്ദേഹം എഴുതി, താങ്കൾ എന്താണ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ മറുപടി നൽകി, ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ. അദ്ദേഹം ചോദിച്ചു, താങ്കൾ താങ്കളെ തന്നെ മനസ്സിലാക്കിയിട്ടില്ല, പിന്നെ ലോകത്തെ എങ്ങനെ മനസ്സിലാക്കും? അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അതിശയകരമായ ആഴം ഞാൻ അനുഭവിച്ചു. ഞാൻ പറഞ്ഞു,
ഞാൻ ആശയക്കുഴപ്പത്തിലാണ്. അദ്ദേഹം എഴുതി, താങ്കൾ ഒരു തേനീച്ചയെപ്പോലെ അറിവിന്റെ ചെറിയ തുള്ളികൾ മാത്രം ശേഖരിക്കുന്നു, എന്നാൽ സത്യത്തിന്റെ വലിയ സമുദ്രം നിന്നെ കാത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എവിടെ അന്വേഷിക്കണം? അദ്ദേഹം എഴുതി, സ്വയം അന്വേഷിക്കൂ, സത്യം അവിടെയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അജ്ഞത മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹം എഴുതി, അജ്ഞത നിന്റെ ചിന്തകളിലാണ്, ചിന്തയുടെ ദിശ മാറ്റുക. അദ്ദേഹം വിശദീകരിച്ചെഴുതി, നിന്റെ ചിന്തകൾ തന്നെയാണ് നിന്നെ അജ്ഞതയിലേക്ക് കൊണ്ടുപോയത്, അവയെ തിരിച്ചുവിടൂ, അതാണ് ജ്ഞാനം. അദ്ദേഹം ഒരു ഉപമ നൽകി, ചിന്ത ഒരു കാളവണ്ടി പോലെ, അത് നിന്നെ ഇരുണ്ട തുരങ്കത്തിലേക്ക് കൊണ്ടുപോയി, അതിനെ തിരിച്ചു കൊണ്ടുവരൂ, പ്രകാശം ലഭിക്കും, പരമയോഗം ലഭിക്കും. അവസാനം അദ്ദേഹം എഴുതി, ചിന്തയെ അകത്തേക്ക് തിരിക്കുന്നത് ഏറ്റവും ഉന്നതമായ യോഗമാണ്. ഈ വാക്കുകൾ എന്റെ ഉള്ളിൽ പുതിയൊരു വെളിച്ചം തെളിച്ചു. അപ്പോൾ രഹസ്യമായ ശബ്ദം എന്റെ കാതിൽ വീണു, താങ്കൾ അന്വേഷിക്കുന്ന ഉത്തരങ്ങൾ എന്റെ ഗുരുവിന് നൽകാൻ കഴിയും. എന്റെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു പുതിയ സന്ദർശകൻ എത്തിയിരുന്നു. അദ്ദേഹം എന്റെ ചെവിയിൽ പറഞ്ഞതായിരുന്നു അത്. ഈ വാക്കുകൾ എന്റെ യാത്രയ്ക്ക് ഒരു പുതിയ ദിശ തുറന്നു. ഞാൻ തല തിരിച്ച് അയാളെ നോക്കി. അയാൾ 40 വയസ്സ് കടന്നിട്ടില്ലെന്ന് തോന്നി. സ്വാമിമാരുടേതുപോലുള്ള കുങ്കുമനിറമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. അവന്റെ മുഖം മിനുക്കിയ ചെമ്പുപാത്രം പോലെ തിളങ്ങുന്നു. വലിയ ഭുജങ്ങളും ശക്തമായ ശരീരവുമുള്ളവൻ. തത്തയുടെ കൊക്കുപോലെ നീണ്ടതും മുനയുള്ളതുമായ മൂക്കും ചെറുതായി ചിരിക്കുന്നതുപോലെ പ്രത്യേകതയുള്ള കണ്ണുകളും അവനെ വ്യത്യസ്തനാക്കി. അയാൾ ചിരിച്ചുകൊണ്ട് നിലത്തിരുന്നു. എന്നാൽ അവിടെ അനാവശ്യ സംഭാഷണം തുടങ്ങുന്നത് അസഭ്യമായി തോന്നി. അതിനാൽ ഞാൻ വീണ്ടും ശ്രദ്ധ മുഴുവൻ മൗനസന്യാസിയിലേക്ക് തിരിച്ചു. എന്റെ മനസ്സിലൊരു ചോദ്യമുയർന്നു. അതിവിശാലവും ധാർഷ്ട്യവുമാകാമെങ്കിലും ഞാൻ ചോദിച്ചു, ഗുരുവേ, ലോകത്തിന് സഹായം വേണം. നിങ്ങളെപ്പോലുള്ള ജ്ഞാനികൾ ഒറ്റപ്പെട്ട ജീവിതത്തിൽ കഴിയുന്നത് ശരിയാണോ? സ്വാമിയുടെ മുഖത്ത് ലളിതമായൊരു ചിരി തെളിഞ്ഞു. അദ്ദേഹം എഴുതി, മകനെ, നീ നിന്നെ അറിയാത്തപ്പോൾ എന്നെ മനസ്സിലാക്കാൻ എങ്ങനെ കഴിയും? ആത്മവിഷയങ്ങൾ ചർച്ച ചെയ്താൽ മാത്രം ഫലമുണ്ടാകില്ല. യോഗാഭ്യാസത്തിലൂടെ അകത്തെ ആത്മാവിലേക്ക് പ്രവേശിക്കണം. കഠിനമായി പരിശ്രമിക്കുക, അപ്പോൾ നിന്റെ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കും. ഞാൻ വീണ്ടും ചോദിച്ചു, ലോകത്തിന് വലിയ പ്രകാശം വേണം. അതിനെ കണ്ടെത്തി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കെന്ത് ചെയ്യണം? അദ്ദേഹം എഴുതി, സത്യമറിഞ്ഞാൽ മനുഷ്യരെ എങ്ങനെ സഹായിക്കണമെന്ന് സ്വാഭാവികമായി മനസ്സിലാകും. ഒരു പൂവിൽ തേനുണ്ടെങ്കിൽ തേനീച്ച സ്വയം എത്തും. ആത്മജ്ഞാനമുള്ളവൻ ആളുകളെ തേടേണ്ടതില്ല, അവർ തന്നെ എത്തും. ആദ്യം നിന്റെ അകത്തെ ആത്മാവിനെ വളർത്തുക, അതാണ് ഏകമാർഗം. അദ്ദേഹം വീണ്ടും സമാധിയിലേക്ക് പ്രവേശിക്കണമെന്ന ആഗ്രഹം സൂചിപ്പിച്ചു. അഭിമുഖം ഇവിടെ അവസാനിക്കുമെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് വിഷമം തോന്നി. എങ്കിലും ഞാൻ വിനയത്തോടെ ചോദിച്ചു, ഗുരുവേ, ഒരവസാന സന്ദേശം തരാമോ? ആ മൗനസന്യാസി എന്റെ തലയ്ക്ക് മുകളിൽ കൂടി ദൂരെയൊരു ശൂന്യതയിലേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ ദൃഷ്ടി ഈ ലോകത്തെ മറികടന്ന് മറ്റൊരു ലോകത്തെ സ്പർശിക്കുന്നതുപോലെ തോന്നി. കുറച്ചു നിമിഷം സമയം തന്നെ നിശ്ചലമായതുപോലെ. ശേഷം അദ്ദേഹം പതുക്കെ പെൻസിലെടുത്തു. കുറച്ചു വാക്കുകൾ മാത്രം എഴുതി പാഡും പെൻസിലും എന്റെ മുന്നിലേക്ക് നീക്കിവെച്ചു. ഞങ്ങൾ വായിച്ചു. നീ ഇവിടെ വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതിനെ നിന്റെ ദീക്ഷയായി സ്വീകരിക്കുക. ആ വാക്കുകളുടെ അർത്ഥം ഞാൻ മുഴുവൻ ഗ്രഹിക്കുന്നതിനു മുൻപ് എന്റെ ശരീരത്തിലൊരു വിചിത്രമായ അനുഭവം പെട്ടെന്നുണ്ടായി. എന്റെ ശരീരത്തിൽ ഒരു വിചിത്രമായ ശക്തി പ്രവേശിക്കുന്നതുപോലെ അനുഭവപ്പെട്ടു. അതെന്റെ പൃഷ്ഠഭാഗത്ത് നട്ടെല്ല് അവസാനിക്കുന്നിടത്ത് പ്രവേശിച്ച ശേഷം നട്ടെല്ലിലൂടെ ഒഴുകുകയും കഴുത്തിനെ മരവിക്കുകയും തലയെ മുകളിലേക്ക് വലിക്കുകയും ചെയ്യുന്നു. ഇച്ഛാശക്തി ഒരു അതിശക്തമായ തലത്തിലേക്ക് ഉയർന്നതായി തോന്നുന്നു. എന്നെ തന്നെ കീഴടക്കാനും ആഴമേറിയ ആദർശങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഇച്ഛാശക്തിയെ ശരീരത്തെ അനുസരിപ്പിക്കാനുള്ള ഒരു ചലനാത്മക പ്രേരണയെക്കുറിച്ച് ഞാൻ ബോധവാനാകുന്നു. ആ ആശയങ്ങൾ എന്നിൽ നിന്ന് തന്നെയാണെന്നെനിക്ക് വ്യക്തമായി മനസ്സിലായി. അവ എന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്നുള്ള വിളിയായിരുന്നു, നിത്യസന്തോഷത്തിലേക്കുള്ള വഴിയെന്നോണം. ഒരു വിചിത്രമായ ചിന്ത മനസ്സിലുണ്ടായി. ഈ സന്യാസി തന്റെ ആത്മീയ ശക്തിയുടെ ഒരു പ്രവാഹം എന്നിലേക്ക് കൈമാറുകയാണോ? ഒരു അദൃശ്യമായ ചൈതന്യധാര, ഒരു ടെലിപ്പഥിക് അനുഗ്രഹം, അദ്ദേഹത്തിന്റെ ആത്മീയ അവസ്ഥയുടെ ഒരു സൂചന എന്നിലേക്കെത്തിയതോ? ഇതിനിടയിൽ
സന്യാസിയുടെ കണ്ണുകൾ ദൂരദൃഷ്ടിയിലേക്ക് തിരിഞ്ഞു. അദ്ദേഹത്തിന്റെ ശരീരം നിശ്ചലമായി. അദ്ദേഹം വീണ്ടും സമാധിയിലേക്ക് ലയിച്ചു. ആ മൗനസന്യാസിയുടെ ബോധം ചിന്തയേക്കാൾ ആഴമുള്ള ഏതോ ലോകത്തിലേക്ക് മുങ്ങുന്നതുപോലെ. അദ്ദേഹം ഈ ലോകത്തേക്കാൾ പ്രിയപ്പെട്ട മറ്റൊരു ലോകത്തിൽ പ്രവേശിക്കുന്നതുപോലെ. അദ്ദേഹം യഥാർത്ഥ യോഗിയാണോ? അദ്ദേഹത്തിന്റെ ഈ ഉള്ളിലെ സത്യത്തെ തേടിയുള്ള യാത്രകൾ മനുഷ്യരാശിക്ക് ഒരു ദിവസം വലിയ അർത്ഥം നൽകുമോ? ആർക്കറിയാം. ഞങ്ങൾ ആശ്രമത്തിന്റെ പരിധി വിട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ സുഹൃത്ത് ബ്രഹ്മ പതുക്കെ പറഞ്ഞു, ഈ യോഗി ഉയർന്ന ഒരാത്മീയ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം അവസാന ലക്ഷ്യത്തിലെത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് അത്ഭുതശക്തികളുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് അതിൽ താൽപ്പര്യമില്ല. അദ്ദേഹം ആത്മീയ പരിപൂർണതയെ കൂടുതൽ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യവും ശക്തിയും ശരീരനിയന്ത്രണ യോഗത്തിന്റെ ദീർഘകാല അഭ്യാസത്തിന്റെ ഫലമാണ്. ഇപ്പോൾ മനസ്സിന്റെ നിയന്ത്രണത്തിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ ഈ യോഗിയെ മുമ്പ് കണ്ടിട്ടുണ്ട്. എപ്പോഴാണ്? ഞാൻ ചോദിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഈ യോഗി ഇവിടെ തുറന്ന വയലിൽ കുടിലില്ലാതെ ജീവിച്ചിരുന്നതാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ യഥാർത്ഥ യോഗിയാണെന്ന് മനസ്സിലായി. അദ്ദേഹം എഴുതി പറഞ്ഞിരുന്നു. യൗവനത്തിൽ സൈന്യത്തിലെ സിപ്പായിയായിരുന്നു. സേവനകാലം കഴിഞ്ഞപ്പോൾ ലോകജീവിതത്തിൽ വിരക്തി തോന്നി. ഒറ്റപ്പെട്ട ജീവിതം തെരഞ്ഞെടുത്തു. അപ്പോൾ പ്രശസ്ത ഫക്കീർ മറക്കായറിനെ കണ്ടുമുട്ടി. ആ ഫക്കീറിന്റെ ശിഷ്യനായി. ഞങ്ങൾ മൗനത്തിൽ വയലുകൾ കടന്നു നടന്നു. പിന്നീട് പൊടിയേറിയ വഴിയിലേക്ക് തിരിച്ചു. ആ കുടിലിൽ എനിക്കുണ്ടായ അത്ഭുതാനുഭവം ആരോടും ഞാൻ പറഞ്ഞില്ല. അത് എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അതിൻ്റേതായ മാറ്റൊലി ഇനിയും എന്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ സന്യാസിയെ ഞാൻ വീണ്ടും കണ്ടില്ല. അദ്ദേഹത്തിന്റെ ഏകാന്ത ജീവിതത്തെ ഞാൻ ബഹുമാനിച്ചു. ആ സന്യാസി പ്രശസ്തിയും ശിഷ്യരും ഒന്നും ആഗ്രഹിച്ചില്ല. ഒരു ശാന്തമായ ജീവിതം, ആത്മാന്വേഷണത്തിലൂടെ സ്വാത്മസാക്ഷാത്കാരം, അതാണവന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. വ്യർത്ഥ സംഭാഷണങ്ങൾക്കായി സമയം കളയുന്ന പാശ്ചാത്യരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു ആ സന്യാസി. പുണ്യാത്മാക്കളെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണേ. അടുത്ത വീഡിയോയിൽ കാണാം.